ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഇതിൽ രാവിലെ തന്നെ എണീറ്റു, അലാറമൊക്കെ അടിച്ചിട്ടാണ് എണീറ്റ് 6:30 എണീറ്റ്. അപ്പോൾ എണീറ്റ് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അലക്കാനുണ്ടായിരുന്നു, അലക്കാനും ഇട്ടു കേട്ടോ. അലക്കാൻ കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തേക്ക് ഗോതമ്പിൻ്റെ ദോശയും അതേപോലെ ചെറുപയറേറിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം മിച്ചിനെ സ്കൂളിലോട്ടും കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങാട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഇന്നിപ്പോൾ ഉച്ച നേരമാണ്. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാനവിടെ നോക്കുമ്പോൾ നിറയെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് പോകുന്നു. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മുല്ലപ്പൂ വിൽക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇപ്പോൾ നല്ല ഒരു മണി 1:30 നേരമൊക്കെ ആയി. സ്കൂൾ കുട്ടികളൊക്കെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് വരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാനവിടെ വെയിറ്റിംഗ് ആണ്, ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഇതായിരുന്നു കേട്ടോ ഫുഡ്. പച്ചടി, അതേപോലെ സാമ്പാർ, തോരൻ, പിന്നെ ഒരു മഞ്ഞക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇവിടെ ആന ഉണ്ടായിരുന്നു, ഒരു ആനയുടെ ഉണ്ടായിരുന്നു. ആ ആനേനെ കാണാനായിട്ട് പറമ്പിൽ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡ് വശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഉത്സവത്തിലും ഇതിനൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ നോക്കി, അതിൻ്റെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. കുറേ നേരം ഞാൻ ഈ ഒരു ആനയുടെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ഇങ്ങനെ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നിട്ടാ. അതിനുശേഷം ഹസ്ബൻഡ് വന്നത് ആ മുല്ലപ്പൂക്ക വാങ്ങിച്ച് തന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് ഹസ്ബൻഡിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാനുണ്ടായിരുന്നു. ബാർബർ ഷോപ്പിലൊന്ന് പോയിട്ടാ, ഇതാണ് ആ ഷോപ്പ്. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാനകത്ത് കയറിയതാണ്. ജ്യൂസിൻ്റെ ഒപ്പം ഞാൻ വേഗം 2 കട്ട്ലേറ്റും ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ടാണ്. എനിക്ക് പിന്നെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച്. ഈ കട്ട്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ടൊമാറ്റോ സോസ് ഇട്ടിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്നെപ്പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ടോ. ഞാനപ്പോൾ അത് സമാധാനത്തിൽ അവിടെ ഇരുന്ന് തിന്നിട്ടാ. നല്ല കട്ട്ലേറ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ്, ലൈമായിരുന്നു, ലൈമിൻ്റെ ഒപ്പം പൈനാപ്പിൾ അവർ അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റെഡിയായി അമ്പലത്തിലോട്ട് വന്നതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഒരു സന്ധ്യ, ഒരു 7 മണി 6:30 ആ ഒരു നേരമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞില്ല, അവിടെ വന്നതാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. നിറയെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനവിടെ ധാവണിയൊക്കെ കൊടുത്ത് മോൾക്ക് പട്ടോടം ബ്ലൗസൊക്കെ ഇട്ട് അങ്ങനെ അടിച്ച് പൊളിച്ചാണ് ഉത്സവത്തിന് പങ്കെടുത്തത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഇങ്ങനെ ഉത്സവമൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ലൈറ്റ്സും ആനയും ചെണ്ടമേളവും എല്ലാം അടിപൊളിയാണ്. ഫയർ വർക്ക്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്ന് എന്താ പറയുക ആസ്വദിച്ച്, ഉത്സവമൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു 10-11 മണി ഒക്കെ ആയി കേട്ടോ. ഇതൊക്കെ പടക്കമെല്ലാം പൊട്ടിയെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ്. അപ്പോൾ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. ഇത് കുറച്ചങ്ങ് മാറി സ്ഥലത്താണ് പൊട്ടിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല, അമ്പലത്തിൻ്റെ ആ ഒരു മുറ്റത്ത് മാത്രമേ ഞാൻ നിന്നുള്ളൂ കേട്ടോ. എന്താ അതിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണാം പടക്കം പൊട്ടുന്നതൊക്കെ. അപ്പോൾ കുറേ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കുറച്ച് ഞാൻ അവിടെ നിന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ പടക്കം പൊട്ടുന്നത്. പിന്നെ ഓർത്തത് ഷൂട്ട് ചെയ്താലാന്ന് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്താണ് കേട്ടോ അത്. അപ്പോൾ അതിനുശേഷം എന്താ അമ്പലത്തിൽ ആൾക്കാരൊക്കെ കുറഞ്ഞു. 11 മണിയൊക്കെ കഴിഞ്ഞ് 11:30 ആകാറായി കേട്ടോ. ആ സമയത്ത് എണീച്ചു ഞാനും കൂടി അമ്പലപ്പറമ്പിലിരുന്ന് ഡാൻസ് കളിയും പാട്ടുപാടലും കളിയൊക്കെ ആയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ചേച്ചിമാരൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേയിൽ നടന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണേ.